ജസ്ലയ്ക്കെതിരെ ഇന്ന് കോടതിയിൽ ഒരു കേസുണ്ട്. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന്റെ സമയത്ത് കാണിക്കുന്ന ഷോ, അതിനെതിരെ ഭക്തരായിട്ടുള്ള കുറച്ച് പേര് കേസ് കൊടുത്തു. അത് ഇന്ന് കോടതി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 5 തീയതിയാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. കാളി മീഡിയ 0.2 എന്ന ചാനലിലൂടെയാണ് കേൾക്കുന്നത്. ജസ്നക്ക് കോടതി മുട്ടൻ പണി കൊടുക്കുന്നു എന്നാണ് അതിലെ ആ ഒരു ഹെഡിങ്. എന്നാൽ ഹൈക്കോർട്ടിൽ ജസ്നയ്ക്ക് കിട്ടാൻ പോകുന്നത് മുട്ടൻ പണി ജസ്നയ്ക്ക് മാത്രമല്ല റീൽസ് ഒളികൾക്കും. ഇത് കേട്ടപ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി പോയി കേട്ടതാണേ. കേൾക്കുമ്പോഴാണ് കുറെ കാര്യങ്ങൾ അറിയുന്നത്. അമ്പലത്തിലേക്ക് വരുന്നത്, ഒരു പവിത്രമായ സ്ഥലത്തേക്ക് വരുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനും ഒരു സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, അല്ലെ? അപ്പൊ അവിടേക്ക് മൊബൈൽ ഫോണുകളും ക്യാമറകളും കുത്തിക്കയറ്റിക്കൊണ്ട് ചെന്ന് അനാവശ്യമായിട്ട് ഭക്തജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് റീൽസുകൾ എടുക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതായത് കോടതി കൃത്യമായി ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ജസ്നയുടെ വിവരവും കോടതി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾക്കാം. രാജവക്കീൽ പറയണം 9 തീയതി ഞാൻ ആർഗ്യുമെന്റ്സ് വെച്ചോളാം, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ജഡ്ജി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെയധികം, അതും കേരളത്തിൽ അങ്ങനെ ഒരു എന്താ പറയാ ജഡ്ജി ഒരു പരാമർശം നടത്തുന്ന അത്ഭുതമാണ്. അതും വിശ്വാസത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജസ്നയ്ക്കൊക്കെ പണി എന്ന് പറഞ്ഞ പണിയുടെ മേലെ പണിയാ വരാൻ. അവരെല്ലാം ഇത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവരെല്ലാം അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാഴ്ചയിൽ തന്നെ അവർക്ക് അതിന്റെ ഒരു എന്താ പറയാ ഭക്തർക്കുണ്ടാകുന്ന വികാരം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ജഡ്ജി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അതായത് ജസ്ന അവിടെ പോയിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങള് അത് കോടതി നിരീക്ഷിക്കുന്നു, കോടതി ജഡ്ജി നിരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഈ കോടതിയിലെ ഒരു കേസ് 3-4 ഭക്തജനങ്ങൾ കൊടുത്ത കേസാണ്. ഇവരെ ഇങ്ങനെ ഈ ഇത്തരം രീതിയിൽ സമീപിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു. കേസ് എടുത്ത് കോടതി ആ ഒരു പേപ്പർ എടുക്കുന്ന സമയത്ത് വക്കീൽ പറയുകയാണ് 9 തീയതി സെപ്റ്റംബർ 9 തീയതി ഞാൻ ഇതിനെ കുറിച്ചുള്ള വാദം ചെയ്യാം എന്ന് പറയുമ്പോൾ കോടതി തന്നെ ഇടപെട്ട് പറയാണ്. ആ ഒരു വിഷയത്തിൽ കോടതി ഇടപെട്ട് പറയുന്ന കാര്യമാണ്, ജസ്നയെ പോലെയുള്ള ആളുകളും അതുപോലെ തന്നെ ആ അമ്പലത്തിലേക്ക് വന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്ന ക്യാമറ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് വീഡിയോസ് എടുത്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളും അമ്പലത്തിലേക്ക് വരേണ്ടതില്ല. അത് കോടതി പറയുന്നതിന്റെ കാരണം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഗുരുവായൂർ അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തിരക്കുള്ള ഒരു അമ്പലമാണ്. ഭക്തജനങ്ങളല്ലാതെ വെറുതെ ദർശിക്കാൻ വരുന്ന ആളുകൾ, അതായത് വെറുതെ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വരുന്ന ആളുകൾ അമ്പലത്തിലേക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആളുകളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ പെട്ട സാധനമാണ് അതൊക്കെ. എന്നിരുന്നാൽ പോലും ആളുകളെ ബുദ്ധിമുട്ടിക്കാൻ കൗതുകത്തിന്റെ പുറത്ത് ഇപ്പൊ സുനാമി എന്ന് പറഞ്ഞ സമയം ഉണ്ടായ സമയത്ത് പൊന്നാനി ഭാഗത്ത് കടൽ പിന്നിലോട്ട് ഉൾവലിഞ്ഞു പോയി. ഈ ഒരു സമയത്ത് കോസ്റ്റൽ ഗാർഡ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരിക്കലും ആരും കടൽ കാണാൻ വരരുത് എന്ന്. എന്നാലോ ക്യൂരിയോസിറ്റി കുറച്ച് കൂടുതലാണ് ആളുകൾക്ക്. കടൽ കാണാൻ പോയി, ആ വെള്ളത്തിൽ ഇറങ്ങി അങ്ങ് പോയി, അങ്ങനെ പോലീസുകാർ വന്ന് അടിച്ചോടിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതാണ്, ആളുകൾ ക്യൂരിയോസിറ്റിയാണ്. അപ്പൊ അങ്ങനെ ക്യൂരിയോസിറ്റി കാണിക്കേണ്ട ഒരു സ്ഥലമല്ല അമ്പലങ്ങൾ. അമ്പലങ്ങൾ ഓരോ ആളുകളുടെ ഓരോ മതത്തിന്റെയൊക്കെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആരാധനാലയങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും അതിക്രമിച്ച് ചെല്ലുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ജസ്നയ്ക്ക് മാത്രമല്ല പണി, എല്ലാവർക്കും ഉണ്ട്. ദേവസ്വം ബോർഡിലെ ഓഫീസർമാർക്കുണ്ട്, പോലീസിനുണ്ട്. ഈ റീൽസ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ക്ഷേത്രങ്ങളിൽ പോയിട്ട് റീൽസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്, അവർക്കുണ്ട് പണി. എല്ലാവർക്കും ഇതെല്ലാം അവിടെ പറഞ്ഞ വിഷയങ്ങളാണ്. ഓക്കെ, ജസ്നയ്ക്ക് മാത്രമല്ല ദേവസ്വം ബോർഡിനുണ്ട്, അവിടുത്തെ കാവൽക്കാരായ പോലീസുകാർക്കുണ്ട്, റീൽ എടുക്കാൻ വേണ്ടി മനഃപൂർവ്വം അവിടെ വരുന്ന ആളുകൾക്കുണ്ട്. അതായത് വിശ്വാസമില്ലാതെ അവിടെ വന്ന് വിശ്വാസികളെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകൾക്കെതിരെയും കോടതി പരാമർശം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന ജസ്നയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ പറയുന്ന പല സ്റ്റേറ്റ്മെന്റുകളിലും പല മണ്ടത്തരങ്ങളുണ്ട്. പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും 2 തവണ ആലോചിക്കാതെ പറയരുത്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. മതങ്ങളെ തൊട്ട് കളിക്കുമ്പോൾ പ്രശ്നമാണ്. നിങ്ങൾ പ്രധാനമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ വെച്ചാൽ ഇവിടെയുള്ള ഹൈന്ദവർക്ക് പ്രാർത്ഥിക്കാൻ, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ. അതൊക്കെ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഒരാൾ വരച്ചു കൊടുക്കുന്ന ചിത്രത്തിന്റെ അടിയിൽ അവിടെ മാല വെച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ ഒന്നും പ്രാർത്ഥിക്കേണ്ട കാര്യം ഒരു മതത്തിലുള്ള ആളുകൾക്കില്ല. ഈ ഭഗവാൻ എന്ന് പറയുന്ന ആള്, ഞാൻ ഇപ്പൊ ഹൈന്ദവ വിശ്വാസപ്രകാരം ഞാൻ പറഞ്ഞതുപോലെ മണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവമുണ്ട്, ഭഗവാനുണ്ട് എന്നാണ് ആ ഹൈന്ദവ വിശ്വാസപ്രകാരം. അപ്പൊ ഭഗവാനുള്ള സ്ഥലങ്ങൾ നമ്മൾ തേടി പോവേണ്ടതായിട്ടില്ല, നമ്മുടെ ചുറ്റിലും ഭഗവാൻ ഉണ്ട് എന്നുള്ളതാ. പിന്നെ എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ആ അമ്പലത്തിൽ വിശ്വാസപ്രകാരമുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ഡീപ്പായിട്ട് കൃഷ്ണന്റെ വിഗ്രഹം ഒന്ന് ദർശിക്കണം എന്ന ആഗ്രഹം, മുഖം ഒന്ന് ദർശിക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളാണ് പോകുന്നത് അവിടേക്ക്. ഇതിപ്പോ ഞാൻ ഭയങ്കര വിശ്വാസമൊന്നുമല്ല, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ആകെ ഇത്ര 32 വയസ്സിന്റെ ഇടയിൽ ഏറിയാൽ ഒരു 3-4 തവണ പോയിട്ടുള്ളൂ. ആ 4 തവണ എനിക്ക് പോവേണ്ടതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്തും അവിടെ പോകേണ്ടതായിട്ട് തോന്നിയിട്ടില്ല, പോവേണ്ടതായിട്ടുമില്ല. ഓക്കെ, അപ്പൊ എന്നെ പോലെയുള്ള ഒരാള്, ഒരു വലിയ വിശ്വാസമില്ലാത്ത ഒരാള് അനാവശ്യമായി അവിടെ പോയിട്ട് 2-3 വീഡിയോ ഫോട്ടോ എടുത്ത് വരേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ തെറ്റാണെന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരാൾക്കും കൂടി അനുവദിക്കുന്നുണ്ടല്ലോ സ്വാതന്ത്ര്യം, ദർശിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പൊ ഞാൻ അവിടെ പോയി, എനിക്ക് വലിയ പ്രാർത്ഥന ഒന്നും ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു വന്നാൽ മതി. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാൻ ആ മുന്നിൽ നിന്നുകൊണ്ട് ഭഗവാനെ നോക്കുന്ന സമയത്ത് പിറകിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്നെ കൊണ്ട് ദർശന കിട്ടുന്നില്ല എങ്കിൽ, അത് അത്ര ക്യൂ നിൽക്കണം, ഇല്ല എങ്കിൽ അതൊരു തെറ്റല്ലേ? അത്ര എനിക്ക് പറയാനുള്ളൂ. ക്ഷേത്രം എന്ന് പറയുന്ന പരിപാവനമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഭക്തർ മാത്രം വന്നാൽ മതി. ഷോ നടത്തേണ്ടവർ അവിടെ വരേണ്ടതില്ല എന്നാണ് സത്യം പറഞ്ഞ കോടതി പറഞ്ഞത്. ഷോ നടത്താൻ അവിടെ വരേണ്ടതില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ജസ്ന സലീം വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് കമന്റിൽ ഞാൻ കണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ കഷ്ടപ്പെട്ട് ക്യൂ നിന്നുകൊണ്ടാണ് ദർശനം കിട്ടുന്നത്. പല ആളുകൾക്കും കൃത്യമായിട്ട് ദർശനം കിട്ടാറില്ല. ആ ഒരു സമയത്ത് ജസ്ന വരികയും അവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടേക്ക് ഒരു ജനത്തിരക്ക് വരും. ആ ഒരു സമയത്ത് ക്യൂ പോലും പാലിക്കാൻ കഴിയാത്ത രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഈ അമ്പലത്തിലേക്ക് വരുന്നത് ഭക്തജനങ്ങൾ എന്ന് പറയുന്നതിൽ കുഞ്ഞുങ്ങളടക്കമുണ്ട്, പ്രായമായ ആളുകളുണ്ട്. തിക്കിലും തിരക്കിലും പെട്ടും കഷ്ടപ്പെട്ട് കണ്ണനെ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പല ആളുകളും വന്ന് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാ. ഒരാളുടെ വിശ്വാസ പ്രകാരം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾ തലയിടുന്നത് തന്നെ അത് ശരിക്കും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ജസ്ന സലീം ഇടയ്ക്കിടയ്ക്ക് തന്നെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് ഞാൻ പറഞ്ഞു തന്നല്ലേ ഉള്ളൂ. അതിന് വേറെ അർത്ഥത്തിലൊന്നും കാണേണ്ടതായിട്ടില്ല. വിശ്വാസികൾക്ക് അത് ഇഷ്ടമാകുന്നില്ല എങ്കിൽ നിങ്ങളെ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വീഡിയോ ഇട്ടാല് 10,000 വ്യൂ ഉണ്ടെങ്കിൽ അതിൽ 1000 കമന്റ് ഉണ്ടാകാറുള്ളൂ. 1000-995 കമന്റും എതിരായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോ നമ്മുടെ വക്കീലിന്റെ ആർഗ്യുമെന്റ്സ് കേൾക്കാതെ തന്നെ ഇത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൃഷ്ണരാജ് വക്കീലാണ്, അറിയാലോ, ഈ ഇതങ്ങോട്ട് വാദം തുടങ്ങി കഴിഞ്ഞാലുള്ള ഈ പറയുന്ന ജഡ്ജിയുടെ പരാമർശം എത്രത്തോളം സ്ട്രോങ് ആയിരിക്കുമെന്ന് ഊഹിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഈ പറയുന്ന വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രത്തോളം പരാമർശിച്ചിട്ടുണ്ട് എങ്കിൽ ഇത് തുടങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. ജസ്റ്റിനൊക്കെ കണ്ടം വഴി ഓടേണ്ടി വരും. ജസ്റ്റിന് അതിനൊക്കെ പണി നല്ല ഭഗവാൻ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നിന്റെ ഷോക്ക് ഭഗവാൻ തന്നെ നേരിട്ട് തരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മാളികാപ്പുറത്തേറുന്ന മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, അങ്ങനെ എന്തൊരു സാധനം ഉണ്ട്. അത് ഇതിന് യോജിച്ചാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അതായത് ഹൈന്ദവരെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഹൈന്ദവരെ പൊക്കി പിടിച്ച് സംസാരിച്ച് കണ്ണനാണ് എന്റെ ജീവിത മാർഗം, കണ്ണനാണ് എനിക്കെല്ലാം, കണ്ണനില്ലാതെ ജീവിതമില്ല, കണ്ണനില്ലാതെ എനിക്ക് അരി വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആളുകളെ പരമാവധി നിങ്ങൾ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചു. ആ ബിസിനസ് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ കപടമായിട്ടുള്ള നിങ്ങളുടെ വിശ്വാസത്തെ ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കുള്ള വ്യൂവർഷിപ്പും കുറഞ്ഞു. നിങ്ങളോട് ഹേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഹിന്ദുക്കൾ തന്നെ നിങ്ങളെ എന്താക്കി താഴ്ത്തിക്കെട്ടി. ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും പറയേണ്ടതായിട്ടില്ല. മറ്റുള്ള ആളുകളെ വിശ്വാസങ്ങൾ നമ്മൾ തകർക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കോടതി കൃത്യമായ ഇടപെടലാണ് നടത്തിയതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി 9-ാം തീയതി വീണ്ടും വാദം എടുക്കുന്നു എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല ഏതാ ഡേറ്റിൽ ആ വാദം ഇനി തുടങ്ങുക ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. എന്തൊക്കെ ആയാലും കോടതിയുടെ ഇടപെടൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുള്ളതാ. ഇപ്പൊ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അവിടെ പോവേണ്ടതായിട്ടോ ഒരു ബഹളം ഉണ്ടാക്കേണ്ടതായിട്ടോ ഇല്ല. ഇനിയിപ്പോ ഒരാളെ തടഞ്ഞു വെക്കുകയാണ്, ഒരാളെ ഒരു മതത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ അയാളുടെ അവകാശത്തിനെ ചൂഷണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വിശ്വാസമില്ലാത്ത ഒരാൾക്കും അയാളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇടപെടലുകളൊക്കെ നടത്താം. അതിലൊന്നും വലിയ തെറ്റുള്ള കാര്യമൊന്നുമല്ല. ഇപ്പോ ജാതിയുടെ പേരിലൊക്കെ ഏതെങ്കിലും അമ്പലത്തിലേക്ക് ആരെങ്കിലും കയറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയ സംഘടനകളുടെ പിൻബലം പറ്റിയോ അല്ലെങ്കിൽ മറ്റുള്ള നേരിട്ട് സർക്കാരിന്റെ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളുടെ പിൻബലത്തോട് കൂടിയോ നമുക്ക് സംസാരിക്കാം. അതിന് വിശ്വാസമില്ലാത്ത ഒരാൾക്ക് അയാൾക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലണമെന്നുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഇവിടെ അതല്ല വിഷയം. അതുകൊണ്ടാണ് അതുപോലെ ഇനി ഈ വേറൊന്നും കൂടി പറഞ്ഞു ചേച്ചി, ഈ കൃഷ്ണന്റെ വേഷം കെട്ടിക്കൊണ്ടുവരുന്ന ആളുകളുടെ കാല് തൊട്ട് തൊഴുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വളരെ എന്താ പറയാ, യഥാർത്ഥ ഭക്തർ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അത് ഭഗവാൻ എന്ന് പറഞ്ഞത് ഭഗവാനാണ്. ഈ ഭഗവാന്റെ വേഷം കെട്ടി വരുന്നവരെ കാല് തൊട്ട് തൊഴേണ്ട കാര്യമൊന്നുമില്ല.
അപ്പൊ അത് റീൽസ് എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ തൊഴുക മാത്രമല്ല, അതൊരു എന്താ പറയാ പടർച്ചാണ്, മറ്റുള്ളവരോട്ട് അത് എത്തിക്കുക. ഇപ്പൊ ഞാൻ കണ്ടു കുറച്ച് ദിവസം മുമ്പ് തന്നെ കൃഷ്ണ ജയന്തിക്കാണെന്ന് തോന്നുന്നു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു പയ്യൻ കൃഷ്ണവേഷം കെട്ടി വരുന്നു, കുറെ അമ്മമാര് കാല് തൊട്ട് വന്ദിക്കുന്നു, പുള്ളിക്കാരൻ അതിങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും യഥാർത്ഥത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് അത് കോടതി കൂടി പറഞ്ഞു. കോടതി പറഞ്ഞു എന്ന് പറയുന്നത്, അതായത് ചില ആളുകൾ ദൈവങ്ങളുടെ വേഷം കെട്ടി വേഷഭൂഷാദിയായിട്ട് വരുമ്പോൾ ആളുകൾ കാലിൽ വീഴുന്നു, അനുഗ്രഹം വാങ്ങുന്നു എന്നുള്ള സംഭവം, ഇത് കാലങ്ങളായിട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും വിശ്വാസം അമിതമാവുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ വരുന്ന സമയത്ത് ആ ഒരു വിശ്വാസ ലഹരിയിലാണ് ആളുകൾ അത് ചെയ്യുന്നത്. അത് തെറ്റാണെന്ന് അപ്പൊ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ല, പിന്നീട് ആലോചിക്കുമ്പോഴോ, കാരണം ആ ലഹരി കുറച്ച് കുറയുന്നത് എപ്പോഴാ ആ ഒരു സ്ഥലത്ത് നിന്ന് മാറുമ്പോഴേക്കാവും. അപ്പൊ അവരത് മനസ്സിലാക്കുക, അയ്യോ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, നമ്മൾ യഥാർത്ഥ ഭഗവാന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ ചൈതന്യം മനസ്സിലാക്കിയതാണല്ലോ, പിന്നെ എന്തിനാണ് ഒരു ആൾ ദൈവം ഒരു മനുഷ്യൻ ദൈവത്തിന്റെ വേഷം കെട്ടി വന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുള്ള പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പുതിയൊരു ട്രിക്കാണ്, ഒരു ബിസിനസ് ട്രിക്കാണത്. അപ്പോൾ ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇവർ ദക്ഷിണ കൊടുക്കും. അപ്പൊ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം വിശ്വാസികളായിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ സിമ്പിൾ ആണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇപ്പൊ ജസ്ന എന്ന് പറയുന്ന ആളൊരു ബിസിനസ്സുകാരിയാണ്, അവർ ബിസിനസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. എനിക്ക് അന്നമാണ് എന്റെ കണ്ണൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാം, ഞാൻ ഇനിയും വരയ്ക്കും, ഞാൻ ഇനിയും വിൽക്കും, അത് വാങ്ങാൻ ആളുകളുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നില്ല, അതൊരു ബിസിനസ് തന്നെയാണ്. അപ്പൊ കോൺട്രവേഴ്സികൾ ഉണ്ടാവുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകൾ ജസ്ന സലീമിനെ കുറിച്ച് അന്വേഷിക്കുകയും അവരിങ്ങനെ ചിത്രം വരയ്ക്കുന്ന ഒരാളാണോ എന്ന് ആ ഒരു ഇത് കിട്ടും, ക്യൂരിയോസിറ്റി അവർക്കും ഉണ്ടാവും. കാരണം ഒരു മുസ്ലിം വനിത ഒരു ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള ഒരു ദൈവത്തിന്റെ ചിത്രം വരയ്ക്കുന്നു, അത് ആളുകൾ ക്യൂരിയോസിറ്റിയാണ്. അത് ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വാങ്ങണം എന്ന് വിശ്വസിക്കുമ്പോൾ വാങ്ങും. അപ്പൊ അങ്ങനെ വിശ്വസിച്ച് വാങ്ങുന്ന ആളുകളെ ഇവര് വിചാരിക്കുന്ന വെച്ചാൽ ഞാനിവിടെ ഹൈന്ദവർക്ക് വിളക്ക് കത്തിക്കാൻ ഒരു അവസരം കൊടുത്തു എന്നാണ് അവർ വിചാരിക്കുന്നത്. മണ്ടത്തരാണ്, അവർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് അറിയാത്തതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാകാം. ഓക്കെ, എന്തായാലും കോടതിയുടെ ആ ഒരു ഇടപെടല് അത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കോടതി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. ഇത് ഷെയറും ചെയ്യാൻ ശ്രമിക്കുക, കാരണം അമ്പലത്തിലേക്ക് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒരു തരത്തിലുള്ള സ്വാധീനവും ഉണ്ടാകാൻ പാടില്ല. അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കരുത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഭക്തജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പവിത്രമായ പരിഭാവനമായ ക്ഷേത്രങ്ങളിലേക്ക് പ്രവാസിക്കാതിരിക്കുക, അവിടെ പോവാതിരിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഫലമല്ല അത് കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ വിശ്വാസികളായ ആളുകൾക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടാനും അവരുടെ സങ്കടങ്ങളും സന്തോഷവും ഒക്കെ ഏറ്റു പറയാൻ വേണ്ടി പോകുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു കാര്യത്തിന് നമ്മൾ ആരും കുറ്റം പറയേണ്ടതായിട്ടില്ല. അവിടെ പോയിട്ട് അപ്പോൾ അവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ ക്യൂ നിന്നുകൊണ്ട് വേണം കണ്ണനെ ഒന്ന് ദർശിക്കാൻ. ആ ഒരു സമയത്ത് അവിടെ തല്ലും വെക്കാനൊക്കെ ഉണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആ ക്യൂ അങ്ങോട്ട് എത്തില്ല. അതന്നെ. അപ്പൊ കോടതി പറഞ്ഞ കാര്യങ്ങളിൽ സല്യൂട്ട് അടിക്കുന്നു. ആ ഒരു കാര്യം ജസ്നക്ക് മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും അത്തരം പ്രശ്നങ്ങളിൽ പോയി വീഴാതിരിക്കുക. ചാനൽ ഇഷ്ടപ്പെടുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരുന്നത് സന്ദീപ് അടപ്പാൾ സൈനിങ് ഓഫ്.